ഇനി ഈ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾസ് ഓഫ് അക്കൗണ്ടിങ് അത് തന്നെ ഒന്നുകൂടെ ആവർത്തിച്ചിരിക്കുകയാണ് കുറേ കൂടെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട്. അത് എന്താണെന്ന് നോക്കിക്കൊള്ളാം. ഒന്ന് പേഴ്സണൽ അക്കൗണ്ടാണ്. ഇവിടെ പേഴ്സണൽ അക്കൗണ്ടിൽ പറയുന്നു ഡെബിറ്റ് ദ റിസീവർ, DR ആണ് അതിൻ്റെ കോഡ്. വാങ്ങുന്നയാൾ ഡെബിറ്റ് ചെയ്യുക. ഇപ്പോൾ എ ആണ് വാങ്ങിയെങ്കിൽ എ ഡെബിറ്റ് ചെയ്യുക, ബി ആണ് വാങ്ങിയെങ്കിൽ ബി എ ഡെബിറ്റ് ചെയ്യുക. ഇനി ക്രെഡിറ്റ് ദ ഗിവർ, ആരാണ് കൊടുത്തത് അയാൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എ ആണ് കൊടുത്തതെങ്കിൽ എ ക്രെഡിറ്റർ, ബി ആണ് കൊടുത്തതെങ്കിൽ ബി ക്രെഡിറ്റർ. അതായത് സ്വീകരിച്ച ആളെ ഡെറ്റർ എന്നും പറയും, കൊടുത്ത ആളെ നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയും. അത് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂളാണത്. ഇനി അടുത്തത് റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾസ് എന്താണ്? ഏതെങ്കിലും അസറ്റ് നമ്മളുടെ കൈവശം വന്നാൽ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഒരു കാറ് വാങ്ങിച്ചു, ഒരു ബൈക്ക് മേടിച്ചു, ഒരു വീട് വാങ്ങി, ഒരു മെഷീനറി മേടിച്ചു, കുറേ പൈസ നമുക്ക് കിട്ടി, ഇതെല്ലാം അസറ്റാണ്. ഇതെല്ലാം നമ്മുടെ കയ്യിലേക്ക് വരുമോ വന്നു കഴിയുമ്പോൾ ആ ഐറ്റം ആയിരിക്കും ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, നമ്മുടെ കയ്യിൽ നിന്ന് എന്താണ് പോകുന്നത്, നമുക്ക് ചിലവാകുന്നു. ഇപ്പം കുറേ പണം നമ്മൾ ഒരാൾക്ക് കൊടുത്തു, അപ്പോൾ ആ പണം നമ്മുടെ കയ്യിൽ നിന്ന് പോയി, അപ്പോൾ അത് ക്രെഡിറ്റ് ചെയ്തോണം. ഇനി കാറ് നമ്മൾ ഒരാൾക്ക് വിറ്റു, അത് ക്രെഡിറ്റ് ചെയ്തോണം. ഇനി നമ്മുടെ വീടും പറമ്പും കൂടെ വിറ്റു, അത് ക്രെഡിറ്റ് ചെയ്തോണം. അപ്പം ഇതാണ് പറഞ്ഞിരിക്കുന്നത് റിയൽ അക്കൗണ്ട്. സ്വത്തുക്കളുടെ അക്കൗണ്ടാണെന്നുണ്ടെങ്കിൽ എന്ത് നമ്മളുടെ കയ്യിലേക്ക് വരുന്നോ അത് ഡെബിറ്റ് ചെയ്യുക, എന്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു അത് ക്രെഡിറ്റ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ഐറ്റം നോമിനൽ അക്കൗണ്ടാണ്. ഈ നോമിനൽ അക്കൗണ്ടിൻ്റെ തത്വം ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, നമുക്ക് ചിലവുകളും അത് വരിക. അതായത് സാലറി കൊടുത്തു, റെൻറ്റ് കൊടുത്തു, ഇൻട്രസ്റ്റ് കൊടുത്തു, ടെലിഫോൺ ചാർജ് കൊടുത്തു, കറണ്ട് ചാർജ് കൊടുത്തു, ഇതെല്ലാം ചിലവുകളാണ്. അപ്പോൾ ചിലവുകളെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പം ടെലിഫോൺ ചാർജസ് ഡെബിറ്റ്, കറണ്ട് ചാർജസ് ഡെബിറ്റ്, ഇൻട്രസ്റ്റ് ഡെബിറ്റ്, സാലറി ഡെബിറ്റ്, ഇങ്ങനെ ഇതെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇനി നഷ്ടം വന്നു, നമ്മളിപ്പം ബിസിനസ്സിൽ ഏതെങ്കിലും ഒരു സാധനം 1000 രൂപയുടെ സാധനം മേടിച്ചിട്ട് അത് വിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് 800 രൂപ കിട്ടുകയുള്ളൂ. അപ്പോൾ 200 രൂപ നഷ്ടം വന്നില്ലേ, അപ്പം നമുക്ക് ലോസ് ഡെബിറ്റ് ചെയ്യണം, നഷ്ടം വന്നത് ഡെബിറ്റ് ചെയ്യണം. ഇനി ക്രെഡിറ്റ് ചെയ്യേണ്ടതൊക്കെയാണ് നമ്മളുടെ വരവുകളും നേട്ടങ്ങളും ലാഭങ്ങളും. നമുക്കിപ്പോൾ സാലറി കിട്ടി, നമ്മുടെ ഇൻകമാണ്. ഇൻട്രസ്റ്റ് കിട്ടി, അത് നമ്മുടെ ഇൻകമാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ വരുമാനം ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ക്രെഡിറ്റ് ചെയ്തോണം. ഇനി അതുപോലെ ലാഭം കിട്ടി, നമ്മൾ 1000 രൂപയുടെ ഒരു സാധനം മേടിച്ചിട്ട് 1200 രൂപയ്ക്ക് വിറ്റു, നമുക്ക് ലാഭമാണ്. അപ്പം ഇതാണ് അക്കൗണ്ടൻസിയുടെ തത്വം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ട്രാൻസാക്ഷൻ, അതായത് ബിസിനസ് സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ആദ്യം അതിൽ എത്ര അക്കൗണ്ട് ഉണ്ടെന്ന് നോക്കണം. ഏതൊക്കെ അക്കൗണ്ടുകളാണ്? ഈ 3 അക്കൗണ്ടിൽ ഏതെങ്കിലും വരുള്ളൂ. ചിലപ്പോൾ പേഴ്സണൽ അക്കൗണ്ട് തന്നെയാകാം, ചിലപ്പോൾ റിയൽ അക്കൗണ്ട് തന്നെയാകാം, ചിലപ്പോൾ നോമിനൽ അക്കൗണ്ട് തന്നെയാകാം. അപ്പം ചിലപ്പോൾ ഇത് 3ഉം ഒരു അക്കൗണ്ടിൽ വന്നെന്നിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം 2 വന്നിരിക്കും. അത് നമ്മൾ ആ പ്രോബ്ലം അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ചില പുസ്തകങ്ങളിൽ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ട് എന്നുണ്ട്, പിന്നെ ചിലയിടത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾസ് ഓഫ് അക്കൗണ്ട് എന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം അക്കൗണ്ടിങ്ങിൻ്റെ തിയറി പാർട്ട് നമ്മൾ പൂർത്തീകരിച്ചു. അപ്പോൾ അത് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കിയെന്ന് കാണും. ഇനി ഏതെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നിങ്ങളത് പുറകോട്ട് തിരിഞ്ഞ് നോക്കി ഓരോ പാഠങ്ങളും കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾ വരണം. ഇനി നമുക്ക് പ്രോബ്ലം പേപ്പറിലേക്ക് എടുക്കാം. അതായത് ഒരു ട്രാൻസാക്ഷൻ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതെങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ എഴുതേണ്ടത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യേണ്ടത്, അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇനി എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകൾ നൽകുന്നു. ഇനി മറ്റ് ചില പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ പറയുകയാണ്. നല്ല ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല അക്കൗണ്ടൻ്റ് ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് പ്രത്യേകം മനസ്സിലാക്കുക. അതായത് അതിൻ്റെ ഓരോ ഘടകങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഒരു ഐറ്റം ഡെബിറ്റ് ചെയ്യേണ്ടതിന് പകരം ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരും. അതുപോലെ തന്നെ ക്രെഡിറ്റ് ചെയ്യേണ്ടതിന് പകരം ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നഷ്ടം വരും. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടി വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട്. ഇനി ഈ 3 റൂളുകൾ അനുസരിച്ച്, അതായത് ഡെറ്റർ, ക്രെഡിറ്റർ, അക്കൗണ്ട്, ഈ 3 കാര്യങ്ങളും നമ്മൾ ആദ്യം പരിഗണിക്കണം.
അത് കഴിഞ്ഞിട്ട് അതിൽ ഏതൊക്കെ അക്കൗണ്ടുകളാണ്, പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, ഈ അക്കൗണ്ടുകളും നമ്മൾ പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ പുതിയ പ്രാക്ടിക്കൽ സൈഡിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ ഇതിൽ എല്ലാവരും ഇത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ 3 പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമ്മൾ അക്കൗണ്ടിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്കെല്ലാം നല്ല ക്ലിയർ ആയിരിക്കും. അപ്പം എല്ലാവർക്കും നല്ല ഒരു അക്കൗണ്ടൻ്റ് ആകാനുള്ള സാഹചര്യങ്ങളാണ് ഞാൻ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായി സഹകരിക്കുക. ഇനി മറ്റുള്ളവരും പഠിക്കട്ടെ. കാരണം ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത ഇനിയുള്ളത് ഈ അക്കൗണ്ടിങ് ഫീൽഡിലാണ്. എത്ര ചെറിയ സ്ഥാപനമാണെങ്കിലും അവിടെ മിനിമം ഒരു അക്കൗണ്ടൻ്റെങ്കിലും വേണം. ഇനി വലിയ സ്ഥാപനങ്ങളാണെങ്കിൽ അതിനനുസരിച്ച് അക്കൗണ്ടൻ്റുമാരുടെ ഒരുപാട് ഒഴിവുകളുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്ത് വേണം നമുക്കൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു യോഗ്യരായിട്ടുള്ള ഒരു അക്കൗണ്ടൻ്റ് ആകാനായിട്ട്. ഇനി ഹയർ സ്റ്റഡീസിന് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അതായത് ഡിഗ്രിക്ക് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ PG കോഴ്സുകൾ, അതായത് CA, ACCA, CMA, CS ഇങ്ങനെയുള്ള ഒരുപാട് പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. അതിലെല്ലാം ഈ ബേസിക്കാണ് ഇതിലെല്ലാം പ്രധാനം. അപ്പം മറ്റൊരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. ഇംഗ്ലീഷ് ഭാഷ നമുക്ക് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ A മുതൽ Z വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഓർഡറിൽ എഴുതാനായിട്ട് പഠിക്കണം. ABCD എന്നുള്ള ഓർഡറിൽ എഴുതണം. അത് കഴിഞ്ഞിട്ട് 26 അക്ഷരവും അങ്ങനെ ഓർഡറിൽ എഴുതി പഠിച്ചിട്ടാണ് നമ്മൾ ഈ കഥയോ കവിതയോ ചരിത്രമോ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ എഴുതുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, ഇപ്പം മാത്തമാറ്റിക്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ 0 മുതൽ 1, 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെയുള്ള 10 സംഖ്യകൾ നമ്മൾ എഴുതാൻ പഠിച്ചാൽ നമുക്ക് ഏത് വലിയ എമൗണ്ടോ എത്ര ചെറിയ എമൗണ്ടോ നമുക്ക് എഴുതാം. അതായത് 1 മുതൽ എത്ര കോടിക്കണക്കിന് രൂപയുടെ കണക്കാണെങ്കിലും നമുക്ക് ഈ അക്ഷരങ്ങൾ അക്കങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എഴുതുവാനായിട്ട് കഴിയും. അത് ഓർമ്മയിലിരിക്കുമല്ലോ. അപ്പോൾ ഇനി എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിഷ് യു എ ഗുഡ് ഫ്യൂച്ചർ. താങ്ക് യു.